ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിത് ഷൂട്ടിന് വേണ്ടി പോവാണ്. അപ്പം നമ്മളെ വൈസ്ക്കാണ് കൂടെ. അപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഇന്ന് വൺ ഡേ ഷൂട്ടാണ്. ഇന്ന് രാവിലെ പോയിട്ട് ഇന്ന് ഈവനിങ് വരുന്ന രീതിയിൽ കാണാൻ പോകേണ്ടി. അപ്പം പ്രശ്നം എന്ന് വെച്ചാൽ ആവേശത്തിൽ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞു. പക്ഷേ വണ്ടി കോണായിട്ട് കേട്ടോ, കുറേ സ്വിച്ചുകളൊക്കെ ആവുന്നുണ്ട്. ഈ മേടിക്കല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് ബാക്കി ആൾക്കാരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ എന്താ എൻ്റെ അഭിപ്രായം? ഈ കാറ് എന്താ എൻ്റെ എക്സ്പീരിയൻസ് പറയും? സിറ്റി ഇറ്റ് വാസ് എ വെരി ഗുഡ് കാർ. അല്ല, സിറ്റി ആദ്യമായിട്ടല്ലേ ഓടിക്കുന്നത്? സിറ്റി ആദ്യമായിട്ട് ഓടിക്കുന്നത് ആണ് ഗൈസ്. നമ്മുടെ ഇംഗ്ലീഷ് കഫേ, ഇംഗ്ലീഷ് കഫേൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അൻഫലിന് അവിടെ നിന്ന് തെറ്റി നോക്കാൻ വണ്ടിയൊക്കെ. അൻഫലിന് അവിടെ നിന്നും ഓപ്പൺ ചെയ്യാനുള്ളത് ഇത് ഇട്ടില്ല, നമ്പർ. ക്ലച്ചില്ല എന്ന് വിചാരിച്ചാൽ മതി. മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, ക്ലച്ചില്ല, ആക്സിലേറ്റർ മാത്രം. അതാ മറ്റേ കാലം എന്താക്കൂ പൈസ കട്ടച്ചാലോ? മസാജ് മസാജ് റോഡ് പ്രസൻസ് മാധ്യമം കിട്ടാം. സീറ്റ് ബെൽറ്റ് ഓക്കെ. ഇതിൽ കുറെ സ്വിച്ചുകൾ കാണുമ്പോൾ കൺഫ്യൂഷൻ ആണ്. ഇതെന്തിനാണ് ഞാൻ ആദ്യം ചോദിച്ചതിനോട് എനിക്കാദ്യം മനസ്സിലായില്ല. ഇതാ ഫ്യൂവൽ സേവിങ് ഫീച്ചർ ദാറ്റ് ഇംപ്രൂവ് ഫ്യൂൽ എക്കോണമി. ഞാൻ പറഞ്ഞില്ല, എക്കോണമിയാണ് പോകുന്നത്. ഇക്കോൺ മോഡ് എന്ന് പറഞ്ഞാൽ ഇതാ എക്കോണമി മോഡ് ഓൺ ആക്കാം. ദ ബട്ടൺ യൂഷ്വലി ലീഫ് ആൻഡ് ലെറ്റേഴ്സ് എക്കോണമി സം ന്യൂ മോഡൽ എത്രയാണ്? വേറെ ഇതൊന്നും. ഈ കുരുപ്പളയുടെ നല്ല പൊരിച്ചത്തിരി കഴിക്കാൻ വിചാരിച്ചു. വിഷയം ഞാൻ പിന്നെ എന്നെ പറ്റിക്കണ മാതിരി പോയി. എന്താണ് എനിക്ക് പോണതിനെ കുറിച്ച് കണ്ണൂര് എൻ്റെ അഭിപ്രായം എന്താ? കണ്ണൂർ എന്താ? വേഗം പോയിട്ട് ഒരു 10 ഷൂട്ട് എടുത്ത് നമ്മള് വേഗം പോരും. 10 ഷൂട്ടോ? എത്ര നടന്നു? 2 ദിവസം അവിടെ നിന്ന് കൊച്ചിയിൽ നിന്നിട്ട് ഞങ്ങൾക്ക് 10 എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. നമ്മളെ ഷൂട്ടിൽ കഴിഞ്ഞ് റോക്കി ബൈ വരുന്നുണ്ട്. റോക്കി ബൈ അത് സലാർ മുളക് പൊടി തിന്ന് അവസാനം വയറ്റ് നോക്ക് വന്നിട്ട് ക്യാമറ എടുത്തോ? ബാറ്ററി എടുത്തോ? ബാറ്ററി ഉണ്ട്, 2 എടുത്തോ? ബാറ്ററി 2 മൈക്ക് എടുത്തോ? എല്ലാ മൈക്കും എടുത്തോ, ഒരൊറ്റ മൈക്കില്ല. പിന്നെ കാർഡ് എടുത്തോ? കാർഡ് ആളോട്ടെ. ക്യാമറന്റെ ചാർജർ എടുത്തിട്ടുണ്ടോ? ഇതിന്റെ ചാർജർ ഓക്കെ. ട്രൈപോഡ് LC. ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സായിട്ട് അത് എടുക്കാൻ വേണ്ടി പോയതാണ്. അവർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മള് നാളെ എന്താ വിഷയം? നാളെ ഹോളിഡേ തന്നെ, പബ്ലിക് ഹോളിഡേ ആണ്, ശിവരാത്രി അല്ലേ. ഇവിടെ വെക്ക് കാര്യം. അവിടെ വെച്ച ചാർജ് കയറും. അല്ല, ഇത് നടക്കച്ചാ മതി. അതിന്റെ ഓഡിയോ ഓഫിന് അവിടെ അജെന്താ കൽപ്പില് ഇവിടെ മറ്റേതുണ്ടോ? ക്യാമറ ഉണ്ടോ? ഇത് 1 വേ അല്ല, ഇത് 1 വേ 2 വേ. പോകുന്ന അവസ്ഥ ഇച്ചിട്ടില്ല, മറച്ചിട്ടിട്ട്. ഇത് കക്കോടി എത്തി നമ്മളിപ്പോ. കക്കോടി കഴിഞ്ഞു. കക്കോടിയിലേക്കുള്ള ഷോട്ട് ആയി. എടാ, ഇത് 2 വേ ആണ്. ഇത് 2 വേ അല്ല, അതിലെ കയറില്ല. അതിലെ കയറിക്കോട്ടോ. എന്തൊക്കെയോ കാട്ടിക്കൂട്ടണം. എന്തോ ഒരു പ്ലാന് അറിയില്ല. റോഡ് അവിടെയും ഇവിടെ അങ്ങോട്ട് വായിട്ടാ മതി. ടൈമർ നാഗാലാൻഡ് ഹിന്ദിയിലടാ. കാശ്മീരല്ലേ? കാശ്മീരിന്ന് മോളോട്ട് പോയിട്ട് എടുത്തോട്ടോ റോഡ് അതിനോട് പോയി.
ഞാൻ നാളെ കണ്ടീനാണ്. ആയിക്കോട്ടെ. എടാ നാഗാലാൻഡിലെ മഞ്ഞ് എന്ന് കണ്ടിട്ടുള്ള ഡയലോഗ് കിട്ടിയില്ലേ? ഇല്ല കിട്ടില്ല. ഒരു ഡയലോഗ് നാഗാലാൻഡിന്റെ പ്രത്യേകത എന്താ അറിയോ? നാഗങ്ങൾ കൂടി ഇങ്ങനെ ചെയ്യുന്ന സ്ഥലമാണ് നാഗാലാൻഡ്. എടാ കാര്യടാ ഈ അൽഫല്ല പറ്റിക്കോക്കണേ നമ്മളെ പറ്റിക്കോക്കണം. നാഗങ്ങള് അവിടെ തന്നെ അതല്ല ഇതില് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയിലെ ഡയലോഗ് ഉണ്ട് നാഗാലാൻഡില്. കാശ്മീർ നാഗാലാൻഡ് മഞ്ഞപ്പൂക്കൾ വിരിയുന്ന മണ്ണിട്ട റോഡ് കൂടി പോണേ. കൂടി പോയിട്ട് അതിന്റെ കുട്ടിനെ കമ്പനി ആക്കുവാനും നമുക്ക് എന്താ കഴിക്കണ്ടേ? ഫുഡ് കഴിക്കണ്ടേ? നോക്ക് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത പരിപാടി. ചെയ്യണ്ടെന്ന് അറിയാം. സൈഡ് കൂടി എടുത്തിട്ട് ആർക്കും ഇഷ്ടമല്ല. നീ ലിഫ്റ്റ് കാറ് കൂടെ പൊക്കുക എന്നിട്ട് കൈമന്ന് ഇങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ മോള് കൂടെ ഞാനൊരു പുതിയ സിനിമ വരാൻ പോകുന്നുണ്ട്. ഈ ഇടന്നോണ്ട് ഞാൻ വരാം. അതിലുണ്ട്. പിന്നെ ഞാൻ ഈ മീശ പഠിക്കാനുള്ള മെയിൻ കാരണം ആരാ അറിയോ? ഇവന്നോ പറഞ്ഞാണ് മീശ കുറയ്ക്കടാ, മീശ ഇതൊക്കെ ഒരുമാതിരി. ഇതിപ്പം പത്തേമാരി മമ്മൂട്ടി മീശ പഠിച്ചു. മമ്മൂട്ടിയൊന്നുമല്ല, നല്ല രസമുണ്ട്. വൃത്തിയില്ലേ അവന്റെ കൊറേ കാലായി പറയണ മാറ്റി ട്രിം ചെയ്താൽ മതി. ഫെബി അറിയാട്ടോ, നിങ്ങളിപ്പോ മീശ പഠിച്ചിട്ട് എന്താ അറിയില്ല, നിങ്ങളെ നോക്കുമ്പോ ഒരു പേടിയില്ല. മറ്റേത് പേടിയാവുണ്ട് നിങ്ങളെ കാണുമ്പോ. നിഹാലിന്റെ വൈഫിനെയും കൂട്ടി വന്നിട്ടേ എന്താ പറയാ എന്നിട്ട് ഫെബി ടൂക്കുക നിങ്ങളൊക്കെ ഇങ്ങനെ നടന്നോളി, അങ്ങനാണ് ഇങ്ങനെയാണ്. ഈ അങ്ങടൊക്കെ കുറച്ച് താങ്ങിയില്ല പറഞ്ഞാതിരി. എടാ എന്തിനാ കല്യാണൊക്കെ ഇപ്പൊ? കല്യാണം കഴിച്ചിട്ടൊന്നും പോയില്ല, കാര്യമൊന്നുമില്ല. കയ്യിലെ കുറച്ച് കാര്യമാണ്. കല്യാണം എന്ന് പറയുന്നത് വലിയൊരു മഹാ അത്ഭുത കാര്യങ്ങളൊന്നുമല്ല. ഇന്നലെ എന്നോട് ഇപ്പം പറയും, വിശാലം പറയാട്ടോ പാൻട്രിന്നും, അല്ലെങ്കിൽ ഇപ്പൊ കല്യാണമൊക്കെ വലിയ സംഭവമൊന്നുമല്ല. അവൻ പറയാ സീരിയസ് ആയിട്ട് വിഷമായിട്ടാ തോന്നുന്നു. നമുക്ക് പറയുന്നത് ദില്ലി ഗോവ ടാക്ക് പാർസലേ. ദില്ലി ടു ഗോവ. ദില്ലി ടു ഗോവ ടാക്ക് പാർസൽ. ടാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കത്തല്ലേ? ടാക്കില്ല നമ്മളെ മറ്റേ ഇനി വെക്കുന്നതല്ല വെച്ച് മറ്റേ പാക്ക്, അതല്ല പാക്ക്. ബ്ലോഗ് വേറെ സാധനടാ, ബാങ്കോ ബാങ്ക് ബാങ്ക് അല്ലടാ, മറ്റേ ഒരു ചെങ്ങായി പറയില്ല മറ്റേ ഓക്കാനസ് ഇല്ലേനോ, ഓനിങ്ങനെ ട്രെയിനിൽ പോയിട്ട് ഇങ്ങനെ പറയൂ തമ്പാക്ക്. വിളിക്കാൻ വേണ്ടി വിസ്മേ എന്തിനാണ് ഞാൻ അങ്ങോട്ട് പോണത്? പടക്കക്കഥ. എടാ വിസ്മയുടെ കാഴ്ച വന്നില്ലേനോ? അത് ഗിയർ മാറുന്നുണ്ട്, വണ്ടിന്റെ അത് പോകുന്നുണ്ട്, ഒരു പുള്ളിങ് ഉണ്ടല്ലേ? ഇവിടെ ഗഫൂർക്ക ചായന്നപ്പോ ആദ്യം ഒരു കാര്യം പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ടോ, വണ്ടി ഒരു മിനിറ്റ് ഷാർട്ടാക്കിട്ടാണ് കേട്ടോ. ബാക്കി എന്തൊക്കെയാ? ആ ഡിക്കി തുടങ്ങി നോക്കണോ നീ? നോക്ക് മനസ്സില ബസ് സ്റ്റോപ്പ് ഒക്കെ ഏതാ? ഇപ്പൊ വിശ്വസിച്ചിട്ട് ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അവിടെ. കോഴിക്കോട് ബീച്ചാണ് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി. ഈ ബസ് സ്റ്റോപ്പിൽ നമ്മൾ ഇരിക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യാ, മറ്റേ ഒരു റൗണ്ടിലെ സാധനം ആവില്ലേ, ഒരു പ്ലേറ്റുമായുള്ള അത് ആ സാധനം ആരെ കട്ടണം നോക്കണല്ലേ, അത് മാത്രമായിട്ട്. എടാ അങ്ങോട്ടല്ലേ? ഒരു മിനിറ്റ് പാർക്കിങ്ങിന് പോലല്ലോ ഒരു മിനിറ്റ്. ആ കറക്റ്റാ. വരൂല പാലം അങ്ങനെ മുറിയൂലേ? തുറക്കാണോ പരിപാടി? റോഡല്ലേ ഇത്? പാലം പൊന്നണില്ല സെന്ററിന്, അതിന് വേണ്ടിട്ട് എത്ര ആയിട്ട് പൊക്കണം പൊട്ട. ഇത് റെയിലാട്ടോ, ആ പാലം തന്നെ. അങ്ങനെ റോഡ് ഇത് പാലം പൊക്കാണ്. പാലം കേട്ട് പൊക്കാം. പാലം മുകളോട്ടടോ അങ്ങനെ രണ്ടായിട്ട് പൊന്തല്ലേ? എടാ പാലം പൊന്തുമ്പോ എന്താവെന്ന് അറിയോ, വണ്ടി ഇങ്ങനെ ചെരിച്ച് ഇതാക്കിണ്ടാവും. അവിടെ എന്താ നിർത്തിയിടാ, എന്താ പറയാ, ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഷിപ്പ് പോകുമ്പോ എന്താ വണ്ടി നേരെ പോവാ. നമ്മളിപ്പോ അവിടെ എത്തി ഗൈസ്. നമ്മള് ഷാഫി കൊല്ലം അല്ലേ? കൊല്ലം ഷാഫിയിലെ ജ്യൂസ് കിട്ടുന്ന ബെൻസ് വാങ്ങി തന്നില്ല ഒരാള്. ഷോപ്പാണ്, നല്ല ജ്യൂസ് ആട്ടോ. നടുവുള്ള നടുവുള്ള കുളം കുളത്തിനാണല്ലേ? ആരെ പ്രതിമ? ദൈവം ഏതോ
ജലദൈവം എന്താണ് സ്വാതന്ത്ര്യ സമര സേനാനിയാണോ അല്ലേ? സ്വാതന്ത്ര്യ സമരം. ഗൈസ്, അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. ഗൈസ്, ഓ വാട്ട്സ്ആപ്പ് ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ഹോട്ടലിൽ നിർത്തിയാണ്. ഭക്ഷണം കഴിക്കണ്ടേ, ചാടിക്കണ്ടേ? ഒരു വന്നിട്ട് കഴിക്കാൻ നല്ല ഇപ്പോൾ ഗീ റോസ്റ്റ്. എന്താ നിങ്ങൾക്ക് വേണ്ടിയാ പറയും? ആ വൈകുന്നേരം വരെ അങ്ങനെ പിടിച്ചിരുന്നു. ഉച്ചയ്ക്ക് ചോറുന്നുണ്ടേ ഒക്കെ എന്താ വേണ്ടി? പൊറോട്ട എന്നാ പൊറോട്ട എടുത്തോ. രണ്ട് എനിക്കൊരു പൊറോട്ട എന്നിട്ട് പറയാം പറഞ്ഞ വേണ്ടി പറഞ്ഞു. രണ്ട് കോഫി നമ്മളിപ്പോൾ 2 കോഫി ചായ വേണ്ട. ഗൈസ്, നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. അങ്ങനെ ഈ പോകാൻ വേണ്ടി നിൽക്കുക. വിളിച്ചിട്ടോ ഇതേ സ്ഥലം വരുന്നേ? ഉദകമണ്ഡലം. ഇതെന്താ തേനിയോ നീതിയോ അങ്ങനത്തെ സ്ഥലത്തേരാ? തേനിയോ കഴിക്കാൻ നമ്മളിവിടെ റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ട്. സ്റ്റാർ ആണ് ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്. ആ അപ്പോൾ സത്യം പറയാനല്ലോ ഫുഡ് രസമുണ്ട് കേട്ടോ. ചായ, നമ്മളൊരു ചായ ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ കിടിലൻ ചായ. അജോ പൊറോട്ടനെ കുറിച്ച് വേടാ. പൊറോട്ട ക്രിസ്പ് സാധനം. അപ്പോ നല്ല അടിപൊളി പൊറാട്ട കഴിച്ചു. എന്റെ അഭിപ്രായം പറയും ഫുഡിന്റെ കാര്യം. എടാ ഫുഡിനെ പറ്റിയടാ. നല്ല വെള്ളം, ചായ കുടിക്കാൻ വെള്ളം കുടിച്ചാൽ മതി. നല്ല വെള്ളം. പൊറാട്ട കണ്ട് പൊറാട്ട മോരിനിങ്ങനെ തൊടുമ്പോ ചിക്കൻ സോഫ്റ്റ് ചിക്കനാണേ. നല്ല സോഫ്റ്റ് ചിക്കനാണ്. ഞെക്കുമ്പോ പഞ്ഞി ഞെക്കും. നല്ല ശുഞ്ഞി മാതി. പിന്നെ എന്താ നോക്കണം? പാടും എന്ത് പാടാൻ? വണ്ടി പാടും. ഞാൻ പാടില്ല പിന്നെന്തിനാ? എനിക്കിപ്പോ തിരിച്ചു പോകാനാവല്ലോ പാടിയ. തിരിച്ചു പോയാൽ എന്നെ അവിടെ ഇറക്കിയിടുക കേട്ടോ. അപ്പോൾ ഞാൻ പാടാനാണ് അൻഫിൽ പറയുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ചായ കുടിച്ചല്ലേ, റെസ്റ്റ് എടുക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് പാടാന്ന് വിചാരിച്ചു. അല്ല അൻഫിലെ കുറച്ച് കഴിഞ്ഞാൽ പറയാൻ ഇപ്പം പ്രശ്നമില്ലല്ലോ. ഒരു 10 മണിക്കൂർ എന്നാ പോലെ എത്തും. അപ്പോൾ അൻഫിൽ നമ്മളോട് പറഞ്ഞ അറിയോ പൈസ? 3 തന്തകളും ഒരു ന്യൂജൻ എന്ന് പറഞ്ഞേ. ഞാന് ഈ അജു തന്ത, അൻഫല് മാത്രം കുട്ടി പുരുഷൻ. അവസാനം എടാ പോടാ വെച്ചിട്ട് വാപ്പ വിളിക്കാൻ നിൽക്കരുത് കേട്ടോ. നല്ല ഓണ്ട സിറ്റി. ഗൈസ്, നമ്മള് ഹോട്ടലെത്താനായി. പിന്നെ വിരോധം പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മളെന്താ പറയാ, വെയിലടിക്കുന്നു. വെയിലുള്ളു കണ്ടില്ലേ? ആവശ്യമില്ലാതെ വെറുതെ വാരി വലിച്ചേക്കല്ലോ അല്ലേ? പറയടാ അല്ലേ പൈസ? ഇത് വെയിലാന്നറിയോ? ഇതിനൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പിന്നെ കുളിക്കത് ആസാമി ആയിരുന്നെങ്കിൽ ഇതെന്നെ മോത്ത് നല്ല തുടിക്കടാ. എടാ അത് ഇതാക്കാൻ വേണ്ടി, എഫക്ട് ചെയ്യാത്തൊക്കെ വേണ്ടിട്ടാ. ചോത്തടോ മോത്ത് ഇല്ലടോ. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടീംസിനെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ടീമിനെ. ഓക്കെ പറയും. Sending
അങ്ങനെ തന്നെയാണ്. അങ്ങനൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെ വരലുണ്ട്. എന്തൊക്കെ പറയാനുള്ളത്? ഓരോ തന്നെ കാലടം മരവിച്ചു കൊടുക്കും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. So next time when you're in Kannur, stay with Ariyur, confused ആവണ്ട. ആക്ഷൻ. ഫോണ് കയ്യിലിങ്ങനെ പിടിച്ചാൽ മതി. ആ ആക്ഷൻ. ഭയങ്കര ഒച്ചയിൽ പറയാൻ ആരും കേൾക്കൂല. അതാ പ്രശ്നം. അപ്പോൾ ഷൂട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലെ ഫ്രണ്ട്സ് പ്രസൻറ്റ് ചെയ്യുന്നവിടെ നമ്മളെ ആവണീൻ്റെ ഫ്രണ്ട്സ് അവരെല്ലാവരും കൂടി നമ്മളെ ഒരു വീഡിയോൻ്റെ ഒരു ചെറിയൊരു പോർഷനിലേക്ക് വേണ്ടിയിട്ടിങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് അടുത്തൊരു വീഡിയോ കവർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോകാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഷൂട്ട് ഇവിടെ കുറച്ച് ഔട്ട്ഡോറിൻ്റെ ഒരു ഷൂട്ട് എടുക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്തൊരു ഏരിയയിലേക്ക് പോവാം. അങ്ങനെ ഇൻഡോർ ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സ്റ്റോക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടി അടുത്തുള്ള കുറച്ച് ലൊക്കേഷനിൽ പോയി. സോ ഔട്ട്ഡോർ ഷൂട്ടായിരുന്നു. അതിൻ്റെ ഷൂട്ടൊക്കെ കംപ്ലീറ്റ് എടുത്ത് പിന്നെ ബീച്ച് ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്ക് കണ്ണൂരിലെ ഫേമസ് ജ്യൂസായ കണ്ണൂർ കോക്ടെയിലും കുടിച്ചിട്ടാണ് ബീച്ചിലേക്ക് പോയത്. അങ്ങനെ ബീച്ചിലെത്തി അവിടെ ഷൂട്ടൊക്കെ കവർ ചെയ്യാനുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്ത് നേരെ റൂമിലോട്ട് പോയി. ഇവിടുത്തെ ഷൂട്ട് രണ്ട് ഷൂട്ട് കൂടിയല്ലോ, ഒരു ഷൂട്ട് കൂടിയല്ലോ ഉള്ളൂ. 12 ഷൂട്ടും കൂടി ഉണ്ടാവുള്ളൂ. അതിന് അടുത്തിറക്കാം. അല്ല ഇപ്പം എന്താ പരിപാടി? എന്താ പരിപാടി? എന്താ ഇപ്പൊ കാടുള്ള നല്ല വീഡിയോസ് ഒക്കെ ഇതിലേക്ക് കയറ്റാൻ. വീഡിയോസ് വീഡിയോത്തിലുള്ള വീഡിയോസാ? കാടിലുള്ള വീഡിയോസ് ഇല്ലേ? അതല്ല, വീഡിയോത്തിലുള്ള വീഡിയോസ് കേട്ടണ്ടേ? വീഡിയോത്തിലുള്ള വീഡിയോസ് അപ്പൊ വീഡിയോത്തിലുള്ള വീഡിയോസ് കേട്ടണമെങ്കിൽ ആ കാട് കുടുങ്ങ നോക്കണേ. അപ്പോ അല്ല ഇതിപ്പോ കേടിയന് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ ചോദിക്കണേ ഇതൊക്കെ ഏതാ? അതെന്താ റീലിറങ്ങി നിങ്ങൾ ആ നോക്കണം. നിങ്ങൾ ഇത് നോക്കിയാൽ മതി. ഇത് ക്ലൈനില്ല. അത് മുതൽ ഹാബിലും അത് മുതൽ ഹാബിലിൻ്റെ വരെ മറ്റുള്ളതിലാവോ ലാൻഡ് ആ ട്രെയിനൊക്കെ കൊടുത്തോ. ഇത് മുതലല്ലേ? കാട് പോട്ടെ, മോഡ് പോട്ടെ. ക്യാമറ റോളിംഗ് ആക്ഷൻ. എല്ലാം മോനെ എന്താ പരിപാടി? അപ്പൊ മനസ്സിലായില്ലേ? അങ്ങനെ ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ആയി. അങ്ങനെ അവിടുന്ന് തിരിച്ചു വരാൻ ഓൾമോസ്റ്റ് 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഫുഡും കഴിച്ച് നമ്മൾ ഓഫീസിലെത്തിയത് 3 മണിയൊക്കെ ആയിരുന്നു. പുലർച്ചെ 3 മണി. ഓഫീസിൽ മിക്കവാറും കിടന്നുറങ്ങേണ്ടി വരും. അറ്റൻഡൻസ് കറക്റ്റ് കേട്ടോ. ആരാ ലേറ്റ് ആയിട്ടല്ലോ? ഈ 3:05 എത്തിയേ അജു. ഇപ്പോൾ നമ്മളിതാ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ കണ്ണൂരിൽ നിന്ന് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശം 2 മണിയൊക്കെ ആകുമ്പോൾ എത്തി. ഫുഡൊക്കെ കഴിച്ച് മെല്ലെ അങ്ങനെ എത്തിയതാണ്. ഞാൻ ഫുഡിൻ്റെ വ്ളോഗൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഓഫീസിലുള്ള ഏകദേശം സമയം ഒരു 3 മണി 3:30 ഒക്കെ ആയിട്ടുണ്ട്. ഈ പോവാ അൻഫാല ഈ പോവാ. ഇന്ന് രാത്രി പോവാണെങ്കിൽ പോണെങ്കിൽ വെള്ളാട്ടി പോക്കറൊക്കെ ഉണ്ട്. ഈ അലിച്ചോക്ക് വെള്ളാട്ടി പോക്കർ ഇങ്ങനെ എന്താ വെള്ള ഡ്രസ്സിട്ട് ഇങ്ങനെ എന്തോ പുതിയ ഇറക്കിണ്ടാവും. ഇതെന്താ സാധനം? എന്താ ഇവിടെ സർട്ടിഫിക്കറ്റാ? ഇവിടെ നാജിയന്റെ കോൺവെക്കേഷൻ കിട്ടിയ
സോ ഗൈസ്, ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിറ്റേന്ന് മോർണിംഗ് 7 മണിക്കിട്ടാണ് ഞാൻ ഓൾമോസ്റ്റ് ഉറങ്ങാനായിട്ടുള്ളത്. സോ പിന്നെ അതിന് ശേഷം എനിക്ക് ഓഫീസിൽ പോകാണ്ടായിരുന്നു. അതിന് ഓഫീസും മീറ്റിംഗും ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആകുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.